എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ തലസ്ഥാന നഗരിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകാൻ പോകുന്ന നമ്മളെല്ലാവരും ഒരുപാട് കാലമായി കാത്തിരുന്ന ഒരു അടിപൊളി കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, തിരുവനന്തപുരം മെട്രോയെക്കുറിച്ച് തന്നെ. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊക്കെ ശേഷം അവസാനം ആ വാർത്ത വന്നിരിക്കുകയാണ്. അതെ, നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് മെട്രോ വരുന്നു. പദ്ധതിക്ക് ഒഫീഷ്യലായിട്ട് ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുന്നു. ഇതൊരു പുതിയ തുടക്കമാണല്ലേ? ഈയൊരു അംഗീകാരം നമ്മുടെ തലസ്ഥാനത്തിന്റെ ഗതാഗത സംവിധാനങ്ങളെയും ആളുകളുടെ ജീവിതത്തെയുമൊക്കെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെപ്പറ്റി പറയുന്ന ഒരു വാചകം തന്നെ ഭയങ്കരമാണ്. നമ്മുടെ തലസ്ഥാന നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതി. ഈ ഒരൊറ്റ വാക്കിൽ തന്നെയുണ്ട് ഇതിന്റെ പ്രാധാന്യം. വെറുമൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം മാത്രമല്ല ഇത്. തിരുവനന്തപുരത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിവരയ്ക്കുന്ന ഒരു വലിയ ചുവടുവെപ്പാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ഇനി വെറും ചർച്ചകളോ പ്ലാനുകളോ അല്ല. സംഭവം സീരിയസായി. മെട്രോയുടെ ആദ്യഘട്ടം എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, അതിൻ്റെ റൂട്ട് ഏതാണ് എന്നതിനൊക്കെ കൃത്യമായ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് അടുക്കുകയാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ? ഈ പുതിയ മെട്രോ എവിടെ നിന്നൊക്കെയാണ് പോകുന്നത്? ഏതൊക്കെ വഴികളിലൂടെയാണ് ഇതിൻ്റെ യാത്ര? ശരി, നമുക്ക് ഈ റൂട്ടിലൂടെ ഒന്ന് വെർച്വലായിട്ട് സഞ്ചരിച്ചു നോക്കാം. ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നത് 31 കിലോമീറ്റർ നീളമുള്ള ഒരു പാതയെക്കുറിച്ചാണ്. അതെ, 31 കിലോമീറ്റർ. നഗരത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകുന്ന ഒരു നീണ്ട റൂട്ടാണിത്. അപ്പോൾ ഈ 31 കിലോമീറ്ററിനുള്ളിൽ എത്ര സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നല്ലേ? മൊത്തം 27 സ്റ്റേഷനുകളാണ് വരുന്നത്. അതായത് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാനും കയറാനും സൗകര്യമുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ യാത്രയൊന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നത് പാപ്പനംകോട് നിന്നാണ്. അവിടെ നിന്ന് കിള്ളിപ്പാലം, പാളയം വഴി നേരെ സിറ്റിയിലേക്ക്, എന്നിട്ട് ശ്രീകാര്യം, കഴക്കൂട്ടം വഴി നീങ്ങി ടെക്നോ പാർക്ക്, കൊച്ചുവേളി, എയർപോർട്ട് ഇതെല്ലാം കവർ ചെയ്ത് ഈഞ്ചക്കലിൽ യാത്ര അവസാനിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക്കായിട്ടാണ് ഈ റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതല്ലേ? ഈ റൂട്ട് വെറുതെ അങ്ങ് തിരഞ്ഞെടുത്തതല്ല. ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ, കീ ഹബ്ബുകളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകളും, നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട്, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടറിയാറ്റ്, മെഡിക്കൽ കോളേജ്, നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാം ഒരൊറ്റ നെറ്റ്വർക്കിൽ വരികയാണ്. ഇത് യാത്രകൾ എത്രമാത്രം ഈസിയാക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. യാത്രകൾ ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം ഈ 3 സ്ഥലങ്ങളിലും ഇന്റർചേഞ്ച് സ്റ്റേഷനുകളുണ്ടാകും. അതായത് ഒരു ലൈനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി ഇതൊക്കെ വെറും പ്ലാൻ മാത്രമാണെന്ന് ആരും കരുതണ്ട. കാരണം ഇതിന്റെ മുന്നൊരുക്കങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. മെട്രോ വരുന്നതിന് മുന്നോടിയായിട്ട് ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാനായിട്ട് ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം ഈ 3 സ്ഥലങ്ങളിലും വലിയ ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട്. ഇത് മെട്രോ പണി നടക്കുമ്പോഴുള്ള ബ്ലോക്ക് കുറയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീകാര്യം ഫ്ലൈ ഓവറിന്റെ പണിയുണ്ടല്ലോ, അത് നല്ല സ്പീഡിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് ചിന്തിക്കാം. ഈ ഒരു പ്രോജക്റ്റ് തിരുവനന്തപുരത്തിന്റെ ഭാവിയെ എങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്? ഇതൊരു വലിയ കുതിച്ചുചാട്ടം തന്നെയായിരിക്കും. ഈ ഒരു ഭീമൻ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നതാരാണെന്നറിയോ? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, അതായത് നമ്മുടെ KMRL. കൊച്ചി മെട്രോ വിജയകരമായി പൂർത്തിയാക്കിയ അവരുടെ എക്സ്പീരിയൻസ് എന്തായാലും തിരുവനന്തപുരത്തിന് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഈ പ്രൊജക്റ്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ഒറ്റവാക്കിൽ പറയാൻ ഈ ഒരു വാചകം മതി. ഈ പദ്ധതി അനന്തപുരിയുടെ വികസന കുതിപ്പിന് ഗതിവേഗം പകരും. അതെ, ഇതൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം മാത്രമല്ല, നഗരത്തിന്റെ വളർച്ചയെ സ്പീഡിലാക്കുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. അപ്പോൾ ഈ വിവരങ്ങളോടെ നമ്മൾ ഇന്നത്തെ ഈയൊരു ചർച്ച ഇവിടെ നിർത്തുകയാണ്. പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പുതിയ മെട്രോ വരുമ്പോൾ നിങ്ങളുടെ ഓരോ ദിവസത്തെയും യാത്രകൾ എങ്ങനെയായിരിക്കും മാറാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കണേ.